NN ഗ്രൂപ്പ്സ് ഓഫ് കമ്പനീസിന്റെ ഹെഡ് ഓഫീസ്. സിഇയുടെ ക്യാബിനിൽ നന്ദൻ ആലോചനയോടെ ഇരിക്കുകയാണ്. അയാളുടെ തൊട്ടടുത്തായി ആജ്ഞ സ്വീകരിക്കാൻ നിൽക്കുന്ന പോലെ ജിതിനുമുണ്ട്. അയാളുടെ ജീവിത ലക്ഷ്യം തന്നെ നിതാരയെ കൊല്ലുക എന്നുള്ളതാണ്. പക്ഷെ വെറുതെ കൊന്നാ പോരാ. അങ്ങനെയെങ്കിൽ അയാൾക്ക് ആദ്യമേ ഏതെങ്കിലും വാടക കൊലയാളിയെ ഏർപ്പാട് ചെയ്യാമായിരുന്നു. അല്ലെങ്കിൽ ഏതെങ്കിലും പിച്ചാത്തിപ്പിടിയിലോ ഏതെങ്കിലും വാഹനത്തിനടിയിൽപ്പെടുത്തി ചതച്ചരച്ചോ തീർക്കാമായിരുന്നു. ഈ ജന്മം അവൾ നശിക്കണം. ജീവിതത്തിൽ അനുഭവിച്ച് തീർക്കാവുന്നതെല്ലാം അനുഭവിച്ച് മാനസികമായി തളർന്ന് ഭ്രാന്തിയായി മരിക്കണം. അതിനാദ്യം അയാൾ തിരഞ്ഞെടുത്ത വഴി ലഹരിയായിരുന്നു. ബിസിനസ് ഗ്രൂപ്പിന്റെ മറവിൽ ലഹരിയുടെ ഇല്ലീഗൽ ബിസിനസ് നടത്തുന്ന അയാൾ ആ വഴി തിരഞ്ഞെടുത്തതിൽ എന്താണ് അത്ഭുതം? തഞ്ചത്തിൽ നിതാരയെ വലയിലേക്ക് ആകർഷിക്കുന്നതിനായി അടുത്ത കടമ്പ. ഒറ്റയ്ക്ക് ജീവിച്ച് ശീലിച്ചവൾ. അവൾ വേഗമൊന്നും ആരുമായും അടിക്കില്ല. അതുകൊണ്ടാണ് വിശ്വസ്തനായ ജിതിനെയും അവരുടെ തന്നെ കണ്ണിയായ വർഷയെയും ഭാര്യ ഭർത്താക്കന്മാർ എന്ന വ്യാജേന പരിചയപ്പെടുത്തിയത്. ആശ്വാസം പോലെ കൂടെ നിന്ന് കഴുത്തറക്കുകയായിരുന്നു അവർ. നിതാരയ്ക്കത് മനസ്സിലായില്ല. ലഹരിയുടെ മായിക ലോകത്തിൽ അഭിരമിച്ചങ്ങ് നടക്കുകയാണ്. പക്ഷെ എപ്പോഴോ അവൾക്കൊരു ഉൾവിളി വന്നു. മോചനം. നന്ദൻ അരിശത്തോടെ ചിന്തിച്ചു. വിടുവോ? താനവളെ വെറുതെ വിടുവോ? ഇല്ല, കൊല്ലും. കൊല്ലണം. ഭൂമിയിലെ എല്ലാ വേദനയും അനുഭവിപ്പിച്ച് കൊല്ലണം. രക്ഷിക്കാൻ വരുന്നതാരായാലും വെട്ടിമാറ്റും. നിരഞ്ജനായാലും ശിഖന്യയായാലും. അയാൾക്കുള്ളിൽ തൻ്റെ കൂടപ്പിറപ്പിൻ്റെ മുഖം തെളിഞ്ഞു. അറിയാതെ നെഞ്ചു പിടഞ്ഞുപോയി. നന്ദന. ദേവുവും നിരഞ്ജനും നിതാരയും നാളെ പോകാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി. ഡ്രസ്സൊക്കെ മടക്കി വെക്കുമ്പോഴാണ് നിരഞ്ജന്റെ വാതിൽ. അവിടെ ഒരു തല പ്രത്യക്ഷപ്പെട്ടത്. നിരഞ്ജൻ പതിയെ തുറന്നു കിടന്ന വാതിലിലൂടെ പുറത്തേക്ക് നോക്കി. ദാ അങ്ങോട്ട് നോക്കൂ. ആ വാതിലിന്റെ അവിടെ ആരാണ് നിൽക്കുന്നത്? ആ ഭംഗിയുള്ള മുഖം നമ്മുടെ ദേവന്റേത് മാത്രമാണ്. ഹ, ദേവനോ? എന്താടോ ഒരു ഒളിച്ചുകളി? നിരഞ്ജൻ കയ്യിലിരുന്ന ഡ്രസ്സ് കൂടെ മടക്കി വെച്ച് ബാഗ് അടച്ചു. അത് പിന്നെ സർ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ദേവൻ വിനയകുനീതനായി പറഞ്ഞു. നീ എന്താ വിളിച്ചത്? സാറെന്നോ? നീ ആള് കൊള്ളാലോ. എന്താ ഉദ്ദേശം? അത് പിന്നെ നിരഞ്ജൻ, എനിക്കിവിടെ നിൽക്കാൻ താല്പര്യമില്ല. എന്നെ കൂടെ എന്തേലും പറഞ്ഞ് ഇവിടുന്ന് കൊണ്ടുപോവോ? കുഞ്ഞു കുട്ടികളെ പോലെ ദേവൻ ചോദിക്കുന്നത് കേട്ട് നിരഞ്ജൻ പറഞ്ഞു. അയ്യടാ, അടവും പത്രാസും ഒന്നും ഇവിടെ നടക്കില്ല. നീ മര്യാദയ്ക്ക് അങ്കിള് പറഞ്ഞ കേട്ടാ മതി കേട്ടോ. നിരഞ്ജൻ കാര്യമായിട്ടൊന്ന് ഉപദേശിച്ചു. അവിടെ നിന്നൊന്നും നടക്കില്ലെന്ന് മനസ്സിലായ ദേവൻ പതിയെ മുറിയിൽ നിന്നിറങ്ങി. തൊട്ടു പിറകെ നിരഞ്ജനും ദേവുവിനെ കാണാൻ വേണ്ടി മുറിയിൽ നിന്നിറങ്ങി. ദേവന്റെ മുറിയുടെ മുന്നിലെത്തിയപ്പോൾ നിരഞ്ജൻ പതിയെ അകത്തേക്ക് എത്തി നോക്കി. നാളെ എങ്ങനെ ഇവിടെ നിന്നും മുങ്ങാമെന്നുള്ള ആലോചനയോടെ ദേവൻ ബെഡിൽ കമിഴ്ന്നു കിടന്ന് ആലോചിക്കുന്നു. സാറേ, നാളെ തൊട്ട് ഓഫീസിൽ പോകാനുള്ളതല്ലേ? വേണമെങ്കിൽ കുറച്ച് ടിപ്സൊക്കെ പറഞ്ഞു തരാം. ഫ്രീ ആയിട്ട് പറഞ്ഞു തരാന്നേ. നിരഞ്ജന്റെ പറച്ചിൽ കേട്ട് ദേവൻ പരിഭവത്തോടെ മുഖം തിരിച്ചു. അപ്പോഴാണ് നിരഞ്ജൻ ചുമരിലുണ്ടായിരുന്ന ഡ്രോയിങ് ശ്രദ്ധിച്ചത്. നല്ല ഭംഗിയിലുണ്ടായിരുന്ന കുറച്ചു പെൻസിൽ ഡ്രോയിങ് ആയിരുന്നു അത്. ഇതൊക്കെ നീ വരച്ചതാണോ? നിരഞ്ജൻ ചോദിക്കുന്ന കേട്ട് ദേവൻ പരിഭവം മാറ്റാതെ ഒന്ന് മൂളി. കൂടുതൽ നേരം അവിടെ നിൽക്കാതെ നിരഞ്ജൻ പുറത്തേക്ക് പോയി. ദേവുവിനെ കാണാൻ വേണ്ടി ചെന്ന് മുറിയുടെ വാതിൽ മുട്ടി. എന്നാൽ വാതിൽ തുറന്നത് നിതാരയാണ്. നിരഞ്ജനെ കണ്ട് വലിഞ്ഞു മുറുകിയ മുഖത്തോടെ താരു ചോദിച്ചു. എന്താ? ദേവു എവിടെ? ഞാൻ അവളെ ഒന്ന് കാണാനാ വന്നത്. അവൾ വാഷ്റൂമിലാ. പറഞ്ഞു തീർന്നതും വലിയ ശബ്ദത്തോടെ വാതിലടച്ചു. നിരഞ്ജൻ മുഖത്തടിയേറ്റതുപോലെ തിരിഞ്ഞു നടന്നു. അപ്പോഴാണ് താഴെ മുറ്റത്ത് നിൽക്കുന്ന രഘുവിനെ നിരഞ്ജൻ കണ്ടത്. പെട്ടെന്നെന്തോ ആലോചിച്ചിട്ട് അവൻ അയാൾക്കടുത്തേക്ക് നടന്നു. എന്താ മോനെ, ഉറങ്ങുന്നില്ലേ? അത് പിന്നങ്കിൾ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ മോനെ, പറഞ്ഞോളൂ. രഘു അവനോട് പറഞ്ഞു. ദേവനെ ഇവിടുത്തെ കമ്പനിയിൽ അപ്പോയിന്റ് ചെയ്യാൻ തീരുമാനിച്ചല്ലോ. ഇവിടെ ദേവന്റെ ആവശ്യമുണ്ടോ? എന്താ മോനെ, മോനെന്താ അങ്ങനെ ചോദിച്ചത്? ഞാൻ എൻ്റെ കമ്പനിയോട് ചേർന്ന് ഇന്റീരിയലിൻ്റെ ഒരു സെക്ഷൻ കൂടി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരെ ദേവനെ അപ്പോയിന്റ് ചെയ്യണമെന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. നിരഞ്ജൻ പറഞ്ഞത് കേട്ട് അയാൾ ചിരിച്ചു. മതി മോനെ, എവിടായിരുന്നാലും അവനൊന്ന് ജോലിയൊക്കെ ചെയ്ത് പക്വത നേടി കണ്ടാ മതി ഞങ്ങൾക്കൊക്കെ. നിരഞ്ജൻ പുഞ്ചിരിച്ചു. ശരി അങ്കിൾ, ഗുഡ് നൈറ്റ്.
നിരഞ്ജൻ തിരികെ മുറിയിലേക്ക് നടന്നു. നേരം പുലർന്നു. നിരഞ്ജനും ദേവുവും താരവും കൂടി റെഡിയായി ഇറങ്ങി. എല്ലാവരോടും യാത്ര പറഞ്ഞു നിൽക്കുന്ന അവരെ നോക്കി ദേവൻ ചുണ്ടു പിളർത്തി. എന്താ ദേവ, നീ പോകുന്നില്ലേ ഇവരുടെ കൂടെ? ദേവകിയമ്മയുടെ ചോദ്യം കേട്ട് ദേവൻ അവർ കളിയാക്കിയാണെന്ന് ആദ്യം കരുതി. പോ അമ്മ, ഞാൻ മിണ്ടൂല. രഘു രാത്രി തന്നെ നിരഞ്ജന്റെ തീരുമാനം എല്ലാവരോടും പറഞ്ഞിരുന്നു. എന്നാൽ ദേവൻ മാത്രം അറിഞ്ഞിരുന്നില്ല. നിന്നെ തൽക്കാലം ഇവിടെ നിർത്താൻ ഉദ്ദേശിച്ചിട്ടില്ല. അതുകൊണ്ട് പൊന്നുമോൻ റെഡിയാവ്. നിന്നെ ഞങ്ങൾ നിരഞ്ജനെ ഏൽപ്പിച്ചു വിടാൻ തീരുമാനിച്ചു. രഘു പറഞ്ഞത് കേട്ടതും ദേവന്റെ മനസ്സിൽ പൂത്തിരി പൊട്ടി. അവൻ ഓടിപ്പോയി ബാഗും എടുത്ത് ഒരുങ്ങി വന്നു. ദേവന്റെ മുഖത്തെ സന്തോഷം കണ്ട് ദേവു ചെറുചിരിയോടെ നിരഞ്ജനോട് കുറച്ചുകൂടി ചേർന്ന് നിന്ന് പതിയെ പറഞ്ഞു, അവനെ നന്നാവാൻ വിടില്ലല്ലേ? നിരഞ്ജൻ അവളെ നോക്കി പുഞ്ചിരിച്ചു. നിതാര അവരെ നോക്കി. അവൾക്കെന്തോ ഇഷ്ടക്കേട് തോന്നിപ്പോയി ഒരു നിമിഷം അവരോട്. അധികം വൈകാതെ അവർ അവിടെ നിന്നും ഇറങ്ങി. മിഥുനാണ് വണ്ടി ഓടിച്ചത്. കുറച്ചു ദൂരം മുന്നോട്ട് ചെന്നതും മിഥുൻ കാർ ഒതുക്കി നിർത്തി. എന്തു പറ്റി? നിരഞ്ജൻ അവനോട് കാര്യം അന്വേഷിച്ചു. അത് കണ്ടോ? മറുപടി പറഞ്ഞത് ദേവനാണ്. അവൻ മുന്നോട്ട്. ദേവൻ കൈ ചൂണ്ടി ഇടത്തേക്ക് നോക്കി. മെയിൻ റോഡാണ്. ആ റോഡിൽ കുറച്ചു മാറി അകത്തേക്കൊരു വഴി. അവിടെയാണ് കാർ ഒതുക്കി നിർത്തിയിരിക്കുന്നത്. ദേവു താരുവിന്റെ കൈയും പിടിച്ച് പുറത്തേക്കിറങ്ങി. നിരഞ്ജനും ദേവനും മിഥുനും പിറകെ ഇറങ്ങി. ദേവു പതിയെ വഴിയിലൂടെ നടന്നു. താരു ഒന്നും മനസ്സിലായില്ലെങ്കിലും അവളുടെ കൂടെ നടന്നു. നിരഞ്ജൻ അവളെ നോക്കി നിന്നു. ഇവിടെ ഒരു കാവുണ്ട്. ദേവു ചേച്ചിക്ക് വലിയ ഇഷ്ടാ. എപ്പോഴും വരാറുണ്ട്. പോകുന്ന വഴിക്ക് ചേച്ചിക്ക് ഒന്നിവിടെ കയറണമെന്ന് പറഞ്ഞിരുന്നു. മിഥുൻ നിരഞ്ജനെ പറഞ്ഞു മനസ്സിലാക്കി. അല്ലേലും ഇവൾക്ക് ഈ കാടും അമ്പലവും ഒക്കെ വലിയ കാര്യ. ഏതോ കാട്ടുവാസി കം ദരിദ്രവാസി. ദേവൻ കിട്ടിയ ഗ്യാപ്പിന് ദേവുവിനെ 2 കുറ്റം പറഞ്ഞു. ദേവു താരുവിന്റെ കയ്യും പിടിച്ച് കാവിന് മുന്നിൽ പോയി നിന്നു. കാട് മൂടിയ ഒരിടം. ചെറിയ മൺപുറ്റുകൊണ്ട് നിറഞ്ഞ ചെറിയ തിട്ട. അതിൽ പുൽപ്പടർപ്പുകൾ നിറഞ്ഞ ചെറിയ ഒരു നാഗവിഗ്രഹം. നിനക്ക് വിശ്വാസമുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല താരു. എങ്കിലും ഒന്ന് പ്രാർത്ഥിച്ചോ. നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു കിട്ടാൻ, അല്ലെങ്കിൽ ഒന്നും നഷ്ടപ്പെടാതിരിക്കാൻ. ദേവു പതിയെ പറഞ്ഞു. കൈകൾ കൂപ്പി കണ്ണുകൾ അടച്ചു. താരുവും അതുപോലെ ചെയ്തു. പക്ഷേ സാധാരണ പോലെ ആയിരുന്നില്ല. അറിയാതെ അവളുടെ ഉള്ളൊന്ന് തേങ്ങി. കണ്ണുകൾ നിറഞ്ഞു. എന്താണ് പറയേണ്ടതെന്നോ ചോദിക്കേണ്ടതെന്നോ എന്താണെന്നോ ഒന്നും അറിയില്ല. എങ്കിലും പറയുക, ഇനിയും കരയിക്കരുത്. അനുഭവിക്കാനൊന്നും ബാക്കിയില്ല ഇനി. അവർ പുറത്തേക്കിറങ്ങി. അപ്പോഴാണ് എതിർവശത്തെ റോഡിനപ്പുറത്തൂടെ ട്രെയിൻ കടന്നുപോയത്. ദേവു, എനിക്ക് ട്രെയിനിൽ കയറണം. താരു കുഞ്ഞു കുട്ടികളെ പോലെ ചുണ്ടു ചുളുക്കി. അത് കണ്ട് ദേവു പറഞ്ഞു, പിന്നെന്താ താരൂട്ടാ, നമുക്ക് കയറാലോ. നിരഞ്ജൻ ഗൗരവത്തിൽ പറഞ്ഞു. നമ്മൾ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുമല്ലേ, പിന്നൊരിക്കലാവാം ട്രെയിൻ യാത്ര. നിതാര പതിയെ മുഖം ചുളിച്ചു. ദേവു അത് കണ്ട് പതിയെ പറഞ്ഞു, താരുവിന് ട്രെയിനിൽ പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ കൊണ്ടുപോകും. നിങ്ങൾ ഫ്ലൈറ്റിൽ പോയിക്കോളൂ. ദേവു പറഞ്ഞതും അവളുടെ വാക്കുകളിലെ ഗൗരവം മനസ്സിലാക്കി ദേവൻ നിരഞ്ജനോട് പറഞ്ഞു, അവൾ തീരുമാനിച്ച മട്ട ഇനി മാറില്ല. നിരഞ്ജൻ വേണമെങ്കിൽ ഫ്ലൈറ്റിൽ പോയിക്കോളൂ. ഞാൻ ഇവരുടെ കൂടെ ട്രെയിനിൽ വരാം. എന്തായാലും നമ്മൾ ഒരുമിച്ച് ഇറങ്ങിയതല്ലേ, ട്രെയിൻ എങ്കിൽ ട്രെയിൻ. നിരഞ്ജൻ പറഞ്ഞതും എല്ലാവരും തിരികെ കാറിലേക്ക് കയറി. മിഥുൻ അവരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് കൊണ്ടുചെന്ന് വിട്ടു. ടിക്കറ്റ് എടുത്ത് ട്രെയിൻ വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ ദേവു പതിയെ പറഞ്ഞു, അനിയത്തിയെ ഒരുപാട് ഇഷ്ടമാണെന്ന് പറഞ്ഞു നടന്നാ പോരാ, അവളുടെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ കൂടി സാധിച്ചു കൊടുക്കണം. നിരഞ്ജൻ പതിയെ ആലോചിച്ചു നോക്കി. ശരിയാണ്, അവൾ എന്ത് പറഞ്ഞാലും ഒഴിവുകഴിവ് പറഞ്ഞ് ഒഴിവാക്കാറാണ് പതിവ്. ഇതുവരെയും ഒന്നും നടത്തി കൊടുത്തിട്ടില്ല. ഓഫീസിൽ പോകാനായി ഡ്രസ്സ് മാറി ഇറങ്ങുമ്പോഴാണ് പുറത്തെ കോളിംഗ് ബെൽ മുഴങ്ങിയത്. വർഷ പുറത്തേക്കുള്ള വാതിൽ തുറന്നു. ക്രീം കളറിലെ ഓഫ് ഷോൾഡർ ടോപ്പും ഷോർട്ട് സ്കർട്ടുമായിരുന്നു അവളുടെ വേഷം. മുഖത്ത് കടും നിറത്തിലെ മേക്കപ്പ് തിളങ്ങി നിന്നു. വാതിൽ തുറന്ന് മുറ്റത്ത് നിൽക്കുന്ന ആളെ നോക്കി അവൾ വശ്യമായി പുഞ്ചിരിച്ചു. ജിതിൻ, കേറി വാ. വർഷ അവനെ അകത്തേക്ക് ക്ഷണിച്ചു. തീരെ താല്പര്യമില്ലാത്ത പോലെ ജിതിൻ അകത്തേക്ക് കയറി. നിത്താരയെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഉടനെ വിളിക്കണം. സാധനം അവൾക്ക് എത്തിക്കണം. പിന്നെ നിന്റെ ബ്രദറിന്റെ ഫ്രണ്ടല്ലേ ശ്രീദേവ്, അവനെ പറ്റിയൊന്ന് തിരക്കണം. ഇനി അറിയേണ്ടത് അവളെ പറ്റിയാണ്, ശിഖന്യ. ജിതിൻ പറഞ്ഞിട്ട് തിരികെ നടക്കാനാഞ്ഞു. ജിതിൻ കയറിയിരിക്കൂ, ഞാൻ കോഫി എടുക്കാം. വർഷ അവനെ നോക്കി വശ്യതയോടെ പറഞ്ഞു. നോ താങ്ക്സ്. ഗൗരവത്തോടെ അവൻ പറഞ്ഞത് കേട്ട് അവളുടെ മുഖം മങ്ങി.
ജിതിൻ മുറ്റത്ത് കിടന്നവൻ്റെ വണ്ടിയിൽ കയറിപ്പോയി. വർഷ നിരാശയോടെ നോക്കി നിന്നു. ജിതിന് നന്ദനയ്ക്ക് പകരം ആരെയും ആ സ്ഥാനത്ത് സങ്കല്പിക്കുവാൻ പോലും സാധിക്കുമായിരുന്നില്ല. പക്ഷെ വർഷയ്ക്ക് അവനോട് പ്രണയമാണ്. ട്രെയിൻ മുന്നോട്ട് നീങ്ങി. ജനാലയ്ക്കരികിൽ ഇരിക്കുകയാണ് താരു. അവളോട് ചേർന്നിരിക്കുകയാണ് ദേവു. കാറ്റിൽ പാറുന്ന മുടിയിഴകൾ മാടിയൊതുക്കി പുറത്തെ കാഴ്ചകൾ ആദ്യം കാണും പോലെ നോക്കിയിരിക്കുകയാണ് താരു. അവളുടെ മുഖത്ത് വിരിയുന്ന ഭാവങ്ങൾ ദേവു ചെറു പുഞ്ചിരിയോടെ വീക്ഷിച്ചു. ഇതെല്ലാം നോക്കി നിരഞ്ജൻ സംതൃപ്തിയോടെ കണ്ണടച്ചു. ദേവൻ എപ്പോഴേ ഉറക്കം പിടിച്ചിരുന്നു. ദേവുവിൻ്റെ മനസ്സിലേക്ക് പൊടുന്നനെ വർഷയുടെ മുഖം കടന്നു വന്നു. വരുണിൻ്റെ ചേച്ചി വർഷയുമായി താരുവിന് എന്താണ് ബന്ധം? താരു, ദേവു പതിയെ വിളിച്ചു. അവൾ മുഖമുയർത്തി അവളെ നോക്കി എന്താണെന്ന ഭാവത്തിൽ. നിനക്കൊരു വർഷ അറിയോ? കഴിഞ്ഞ ദിവസം നിനക്കൊരു കോള് വന്നല്ലോ. ദേവു പതിയെ ചോദിച്ചത് കേൾക്കെ നിതാരയുടെ കണ്ണുകൾ കൂർത്തു. കൈവിരലുകൾ കൊരുത്തു വലിച്ചു. നെറ്റിയിലൂടെ വിയർപ്പുതുള്ളി ഒഴുകിയിറങ്ങി. മൂക്കിൻ തുമ്പ് വിറച്ചു. പെട്ടെന്നുള്ള അവളുടെ ഓരോ ഭാവമാറ്റവും ദേവു വീക്ഷിച്ചിരുന്നു. പെട്ടെന്ന് അവൾ പേടിച്ചുപോയി. നിനക്ക് പറയാൻ പറ്റില്ലെങ്കിൽ വേണ്ട. ഒന്ന് ശ്വാസം വിട്ടിട്ട് ദേവു വീണ്ടും. ദാ അത് കണ്ടോ താരു? ആ കിളികളെ കണ്ടോ? അതാണ് ദേശാടന പക്ഷികൾ. പുറത്തേക്ക് ചൂണ്ടിയ ദേവുവിൻ്റെ വിരലുകൾക്ക് പിന്നാലെ പാഞ്ഞു താരുവിൻ്റെ കണ്ണുകൾ. അറിയാതെ അവൾ ദേവുവിൻ്റെ ചോദ്യം മറന്നുപോയിരുന്നു. ആ കുട്ടിയെ ചോദ്യങ്ങൾ കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ വിഷമിപ്പിക്കുകയോ പാനിക്കാക്കുകയോ ചെയ്യരുത്. സൈക്യാട്രിസ്റ്റ് ഡോക്ടർ അരുന്ധതിയുടെ വാക്കുകൾ ദേവുവിന് ഓർമ്മ വന്നു. നിത്താരയുടെ മനസ്സിനെ അലട്ടിയത് എന്താണെന്നറിയുവാൻ ഒരു വഴിയുമില്ല. എന്താണെങ്കിലും ആ കഴിഞ്ഞ കാലഘട്ടത്തിൽ വർഷയുടെ റോൾ അതൊട്ടും ഭംഗിയല്ല. താരു അവളെ വെറുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഭയക്കുന്നുണ്ട്. നിത്താരയ്ക്ക് മാത്രമല്ല, നിരഞ്ജനും ട്രെയിൻ യാത്ര പുതിയ അനുഭവമായിരുന്നു. അന്ന് രാത്രി മുറിയിലെ തണുപ്പിൽ ഉറങ്ങാനൊരുങ്ങും മുൻപ് അവൻ മേശപ്പുറത്തിരുന്ന ഡയറി എടുത്തു തുറന്നു. അച്ചുവാണ് പറഞ്ഞത് ദേവുവിന് ഡയറി എഴുതുന്ന ശീലമുണ്ടെന്ന്. അപ്പം തോന്നി അവനും എഴുതണമെന്ന്. ഷോപ്പിൽ പോയി വിൻറ്റേജ് ലുക്കിലുള്ള ഡയറി തന്നെ എടുത്തു. ഇന്നു മുതൽ തനിക്കും ഡയറി എഴുതണം. താനും തൻ്റെ പ്രണയവും മാത്രമായി. അതിൽ ആദ്യ പേജിൽ അവൻ കുറിച്ചു, മാഷും മഴത്തുള്ളിയും. ഉറക്കത്തിലെപ്പോഴോ ഫോൺ റിങ് ചെയ്യുന്ന ശബ്ദം കേട്ട് ദേവു കണ്ണു തുറന്നു. ആ കണ്ണുകളിൽ ഉറക്കത്തിൻ്റെ ആലസ്യം അലയടിച്ചു. പരിചയമില്ലാത്ത ആരോ ആണ്. അർദ്ധരാത്രി കഴിഞ്ഞിരുന്നു. ചെറിയ പരിഭ്രമത്തോടെ അവൾ ഫോൺ എടുത്തു. ഹലോ, മിസ്റ്റർ നിരഞ്ജൻ്റെ ആരാണ്? അപ്പുറത്തു നിന്നും നിരഞ്ജനെ തിരക്കുന്നത് കേട്ട് അവളൊന്ന് ഭയപ്പെട്ടു. നിങ്ങളാരാ? അവളിൽ നിന്നുയർന്നത് ആ ചോദ്യമാണ്. മിസ്റ്റർ നിരഞ്ജൻ ആക്സിഡൻ്റായി സിറ്റി ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. വേഗം എത്തുക. അത് കേട്ടതും പെട്ടെന്ന് വിശ്വസിക്കാനാകാതെ അവൾ തറഞ്ഞിരുന്നു. തൊട്ടടുത്ത് നിതാര ശാന്തമായി ഉറങ്ങുന്നുണ്ട്. അവൾ പതിയെ നിതാരയെ വിളിച്ചു. ഇല്ല, അവൾ ഉണരുന്നില്ല. ദേവു വേഗം മുറിയിൽ നിന്ന് പുറത്തിറങ്ങി ദേവന്റെ മുറിയിലെത്തി. കുറച്ചേറെ നേരം വിളിച്ചിട്ടാണ് അവനും വാതിൽ തുറന്നത്. എന്താ ദേവു? ദേവന്റെ ഉറക്കത്തോടെയുള്ള ചോദ്യം കേട്ട് ദേവു വിതുമ്പലോടെ പറഞ്ഞു. എടാ, നിരഞ്ജൻ ആക്സിഡന്റ് എന്ന് ഇപ്പൊ കോള് വന്നു. നീ കരയാതെ. ആരാ വിളിച്ചത്? അറിയില്ല, നീ നിൽക്ക്, ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. ദേവൻ ഫോൺ എടുത്ത് നിരഞ്ജനെ വിളിച്ചു. എന്നാൽ എടുത്തത് മറ്റൊരാളാണ്. ACP റോഷൻ. ഹലോ ശ്രീദേവ്, ഐ ആം റോഷൻ ഹിയർ. നിരഞ്ജന് ചെറിയൊരു ആക്സിഡന്റ്, ഇവിടെ സിറ്റി ഹോസ്പിറ്റൽ അഡ്മിറ്റാണ്. ദേവൻ മറുപടി പറഞ്ഞ് വേഗം കോൾ കട്ട് ചെയ്തു. നീ വേഗം ഇറങ്ങിയേ, നമുക്ക് ഹോസ്പിറ്റൽ വരെ ഒന്ന് പോണം. ദേവ് തിടുക്കത്തിൽ പറഞ്ഞു. ഇട്ടിരുന്ന നൈറ്റ് ഡ്രസ് മാറി കുർത്തി എടുത്തിട്ടു. താരു നല്ല ഉറക്കമായിരുന്നു. അതുകൊണ്ട് സ്പെയർ കീ ടേബിൾ വെച്ച് അവൾ വാതിൽ പൂട്ടി പുറത്തിറങ്ങി. നേരെ ഹോസ്പിറ്റലിലേക്ക് പോയി. താരുവിൻ്റെ ഫോൺ കോളാണ് ദേവുവിനെ മയക്കത്തിൽ നിന്നുണർത്തിയത്. ഹോസ്പിറ്റലിലെ നീളൻ വരാന്തയുടെ ബെഞ്ചിൽ ഇരിക്കുകയായിരുന്നു ദേവുവും ദേവനും. അറിയാതെ എപ്പോഴും അവളുടെ കണ്ണ് ചെറുതായി അടഞ്ഞു പോയിരുന്നു. ദേവു ഫോൺ എടുത്ത് ചെവിയോട് ചേർത്തു. ദേവു, നീ ഇതെവിടെയാ? ഫോൺ എടുത്ത പാടെ താരു തിരക്കിയത് അങ്ങനെയാണ്. താരു, ഞാൻ അത്യാവശ്യമായിട്ട് ഹോസ്പിറ്റൽ വരെ വന്നതാ. ദേവു തിടുക്കത്തോടെ പറഞ്ഞു. അത്യാവശ്യമായിട്ടോ? ഏത് ഹോസ്പിറ്റൽ? എന്താ, എന്തു പറ്റി? നിതാര പെട്ടെന്നൊന്ന് പേടിച്ചു പോയി. താരു, നിരഞ്ജൻ ഒരു ആക്സിഡന്റ്. കുഴപ്പമില്ല, ഞാനും ദേവനും ഹോസ്പിറ്റലുണ്ട്. ഞാൻ കുറച്ചു കഴിഞ്ഞ് ഫ്ലാറ്റിലേക്ക് വരാം. അയാൾക്ക് ആക്സിഡന്റ് പറ്റിയതിൽ നീ എന്തിനാ ഹോസ്പിറ്റലിൽ പോയത്? അയാളെ നോക്കാൻ വേറെ ആരുമില്ലേ? താരു ചോദിച്ചു തീരും മുന്നേ ഫോൺ കട്ടായി. ദേവു പതിയെ ഇരിക്കുന്നിടത്തു നിന്നും എഴുന്നേറ്റു. ഇന്റൻസീവ് കെയർ യൂണിറ്റിന്റെ മുന്നിലെത്തി. അവൾ നിന്നു. അകത്തൊരുപാട് യന്ത്രങ്ങളുടെ സഹായത്തോടെ ശ്വാസമെടുക്കാൻ സാധിക്കുന്ന അവസ്ഥയിൽ നിരഞ്ജൻ. ഒരു നിമിഷം ദേവുവിൻ്റെ കണ്ണ് നിറഞ്ഞു. അറിയാതെ നെഞ്ചൊന്ന് പിടഞ്ഞു. മോളെ. ചുമലിൽ പതിഞ്ഞ വാസുദേവന്റെ കൈയുടെ ഒപ്പം പതിഞ്ഞ ശബ്ദത്തിൽ വിളിച്ചു. ദേവു പതിയെ കണ്ണുകൾ
തുടച്ചു. അയാളെ ഒന്ന് നോക്കി. മോള് രാത്രി വന്നതല്ലേ? ദേവനെയും കൂട്ടി മോള് പൊയ്ക്കോ. ഇവിടെ ഞാനും കുറുപ്പൊക്കെ ഉണ്ടല്ലോ. ഇല്ലങ്കിൾ, കുഴപ്പമില്ല. നിരഞ്ജൻ കോൺഷ്യസ് ആവട്ടെ, എന്നിട്ട് ഞാൻ പൊയ്ക്കോളാം. നിരഞ്ജന്റെ അമ്മ വന്നില്ലേ? ദേവൻ അയാളോട് ചോദിച്ചു. പെട്ടെന്നൊരു ഉത്തരം പറയാൻ അയാൾക്ക് സാധിച്ചില്ല. ദേവൻ കൂടുതലൊന്നും ചോദിച്ചതുമില്ല. വാസുദേവനും കുറുപ്പും ഡോക്ടറിനെ കാണാൻ പോയപ്പോൾ ദേവുവിനെ കാണാൻ റോഷൻ അടുത്തേക്കെത്തി. ദേവൻ എന്തിനാ നിരഞ്ജനെ വിളിച്ചത്? എന്തെങ്കിലും ആവശ്യമുണ്ടായിരുന്നോ? ഇല്ല സർ, എനിക്കൊരു കോൾ വന്നിരുന്നു. നിരഞ്ജൻ ഹോസ്പിറ്റലൈസ്ഡ് ആണെന്നും പറഞ്ഞിട്ട്. ദേവ് പറഞ്ഞു. ആരാണ് വിളിച്ചതെന്ന് അറിയില്ലാത്തതുകൊണ്ട് ദേവു ഫോൺ നമ്പർ റോഷന് കൈമാറി. കുറച്ചു നേരം കടന്നുപോയി. നിരഞ്ജന് ബോധം വീണു എന്ന് ഡോക്ടർ വന്നു പറഞ്ഞു. പക്ഷെ ആരെയും കാണാൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ദേവൻ ദേവുവിനെയും കൊണ്ട് ഫ്ലാറ്റിലേക്ക് പോയി. രാവിലെ എഴുന്നേറ്റപ്പം മുതൽ വല്ലാത്തൊരു തലവേദന ഉണ്ടായിരുന്നു ദേവയാനിക്ക്. എങ്കിലും അവർ രാവിലെ എഴുന്നേറ്റു. കൂടെ വാസുദേവൻ നായർ ഉണ്ടായിരുന്നില്ല. കുളി കഴിഞ്ഞവർ വെറുതെ ഒന്ന് കണ്ണാടിക്ക് മുന്നിൽ നിന്നു. ചമയങ്ങളൊന്നുമില്ലാതെ ഇതാദ്യമായാണ് അവർ സ്വന്തം മുഖം കണ്ണാടിയിൽ പ്രതിഫലിച്ച് കാണുന്നത്. കൊള്ളാം, സൗന്ദര്യമൊക്കെയുണ്ട്. വാസുദേവേട്ടൻ എത്ര കൊല്ലം പിറകെ നടന്നതാ. ദേവയാനി വെറുതെ ഒന്ന് ചിന്തിച്ചു. ഇന്നെന്തോ അവർക്കൊരാഗ്രഹം. എവിടെയോ ഭർത്താവ് ആഗ്രഹിച്ച മക്കൾക്ക് പറ്റിയ ഒരു കുടുംബിനിയായി മാറണമെന്ന്. ദേവയാനി നേരെ അടുക്കളയിലേക്ക് പോയി. ചായ കപ്പിലാക്കി വരുമ്പോഴാണ് നിരഞ്ജൻ മുറിയിലില്ല എന്നറിയുന്നത്. സാധാരണ നിരഞ്ജൻ 8 മണിക്ക് ശേഷമേ അവൻ മുറിക്ക് പുറത്തിറങ്ങാറുള്ളൂ. ഇന്നിപ്പോൾ വാസുദേവനും അവിടെ ഇല്ല. അവർക്കെന്തോ ആദി തോന്നി. വാസുദേവനെ വിളിച്ചിട്ട് കാര്യമില്ല എന്നറിയാവുന്നത് കൊണ്ട് തന്നെ ദേവയാനി കുറുപ്പിനെ വിളിച്ചു. ഏട്ടാ, നിരഞ്ജനും വാസുദേവേട്ടനും എവിടെയാണെന്ന് അറിയോ? രണ്ടുപേരും വീട്ടിലില്ല. കുറുപ്പ് ഒരു നിമിഷം പെങ്ങളുടെ ശബ്ദത്തിൽ കുരുങ്ങി നിന്നു. അയാൾ പിന്നെ പതിയെ പറഞ്ഞു. നിരഞ്ജന് ചെറിയൊരു ആക്സിഡന്റ്. പേടിക്കാനൊന്നുമില്ല. സിറ്റി ഹോസ്പിറ്റലാ ദേവേ. ഒരു നിമിഷം ദേവയാനിയുടെ ഉടൽ വിറച്ചു. അവരുടെ കയ്യിൽ നിന്നും ഫോൺ വഴുതി താഴെ വീണു. ദേവയാനി ഹോസ്പിറ്റലിൽ എത്തുമ്പോഴും നിരഞ്ജൻ സെഡേഷന്റെ മയക്കത്തിലായിരുന്നു. വാസുദേവൻ അവരെ പ്രതീക്ഷിച്ചിരുന്നില്ല. എന്നാൽ ദേവയാനി സാധാരണ ഒരമ്മ മാത്രമായി മാറിയിരുന്നു. അവർ അവിടെ ICUവിന്റെ മുന്നിൽ ഇടറിയ മനസ്സോടെ മകനു വേണ്ടി പ്രാർത്ഥനയോടെ ഇരുന്നു. ഇടയ്ക്കെപ്പോഴോ വാസുദേവൻ ദേവയാനിയുടെ അടുത്തെത്തി ചുമലിലൂടെ കൈയെത്തിച്ച് ചേർത്ത് പിടിച്ചു അവരെ. പരസ്പരം താങ്ങും തണലുമാകുമെന്ന് പറയാതെ പറയും പോലെ. നിരഞ്ജനെ അധികം മാറ്റാതെ അധികം വൈകാതെ റൂമിലേക്ക് മാറ്റി. കയ്യിൽ ഫ്രാക്ചർ ഉണ്ടെന്നല്ലാതെ വേറെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. നെറ്റിയിലെയും കൈമുട്ടിലെയും മുറിവ് ചെറുതായിരുന്നു. നിരഞ്ജൻ കണ്ണു തുറന്നപ്പോൾ മുന്നിൽ കണ്ട കാഴ്ചയിൽ ഒരു നിമിഷം അത്ഭുതപ്പെട്ടുപോയി. തൻ്റെ മുന്നിലതാ അമ്മ. നിരഞ്ജൻ്റെ അടുത്തിരിക്കുകയാണവർ. ആ കൈപ്പടം വാത്സല്യത്തോടെ അവൻ്റെ തലമുടിയിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. ആ കണ്ണുകളിൽ വാത്സല്യത്തിൻ്റെ നനവ്. ഒരു നിമിഷം നിരഞ്ജൻ്റെ കണ്ണും നിറഞ്ഞു. എന്താ മോനെ, വേദനയുണ്ടോ? ഡോക്ടറിനെ വിളിക്കണോ? ദേവയാനി പെട്ടെന്ന് ആകുലതപ്പെട്ടുപോയി. നിരഞ്ജൻ വേണ്ടെന്ന് തലയാട്ടി. ദേവയാനിക്ക് അവൻ്റെ ഉള്ളിൽ എന്താണ് ഊഹിക്കാൻ സാധിച്ചു. ഇതുവരെ ഉണ്ടായിരുന്ന അമ്മ അല്ല മോനെ ഇത്. ഇതുവരെ ഉണ്ടായിരുന്ന അമ്മയ്ക്ക് ഒരുപാട് തെറ്റും കുറ്റവും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ എൻ്റെ മോൻ ക്ഷമിക്കില്ലേ അമ്മയോട്? നിരഞ്ജൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകി. അവർ പതിയെ നിരഞ്ജൻ്റെ നെറ്റിയിൽ അമർത്തി ഒന്ന് ചുംബിച്ചു. ഈ കാഴ്ച കണ്ടുകൊണ്ടാണ് വാസുദേവൻ അകത്തേക്ക് കയറി വന്നത്. ആ കാഴ്ചയിൽ അയാളുടെ മനവും ഒന്ന് കുളിർന്നു.